പകരമി ഞാനെന്തു നൽകാനെന്നമ്മേ കരളുരുകുമ്പോൾ ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഏതൊരു യഹൂദ സ്ത്രീയെ പോലെയും സമയകാലങ്ങളിൽ പ്രാർത്ഥിച്ച് ധ്യാനിച്ചാണ് മറിയവും വളർന്നു വന്നത്. ദൈവപരിപാലനയുടെ അർത്ഥവും മാനങ്ങളും അവൾക്ക് ജീവിതത്തിൽ നിഴലായി കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാവാം ശങ്കിക്കേണ്ട എന്ന മാലാഖയുടെ വാക്കുകളിൽ അടിയുറച്ച് നിന്റെ വചനം എന്നിൽ ഭവിക്കട്ടെ എന്ന് ഉദ്ധരിച്ച് തന്നെ ദൈവപരിപാലനയ്ക്ക് വിട്ടുകൊടുത്തത്. ആ സമർപ്പണത്തിൽ നിന്നാണ് ദൈവം സർവ്വ നന്മകളും നിറച്ച് അനുഗ്രഹിച്ച് കർത്താവിൻ്റെ അമ്മ എന്ന മഹത്തായ കൃപാവരം നൽകിയത്. ദൈവപദ്ധതിക്ക് സമ്മതം മൂളി ദൈവപുത്രൻ്റെ അമ്മയാകാൻ തയ്യാറായപ്പോൾ കരുതിയിരുന്നില്ല കാലിത്തൊഴുത്തിലെ ദാരിദ്ര്യവും രാത്രിയാമങ്ങളിലെ പലായനവും ഹൃദയത്തിലെ വാളും ജനക്കൂട്ടത്തിൻ്റെ പരിഹാസവും. പക്ഷേ ഇവിടെയെല്ലാം തളരാതെ നിൽക്കാൻ അവളെ പ്രേരിപ്പിച്ചത് ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല എന്ന വചനത്തിൻ്റെ ശക്തിയിൽ ഇന്നോളം അവൾ അനുഭവിച്ച പരിപാലന തന്നെ. നിയമപ്രകാരമുള്ള കല്ലേറിൽ നിന്നുള്ള രക്ഷപ്പെടൽ, നൊന്തു പ്രസവിച്ച കുഞ്ഞിനെ ഹേരോദോസിൻ്റെ വാളിൽ നിന്നുള്ള രക്ഷപ്പെടുത്തൽ, നസ്രത്തിലെ ജീവിതം എല്ലാം അവളെ ഓർമ്മിപ്പിച്ചത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലെ 6-ാം അധ്യായം 26-ാം വാക്യത്തിലെ മകൻ്റെ ആ വാക്കുകൾ തന്നെയാണ്. ആകാശത്തിലെ പക്ഷികളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ ശേഖരിക്കുന്നില്ല, എങ്കിലും നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് അവയെ തീറ്റിപ്പോറ്റുന്നു. ദൈവാശ്രയത്തിൽ ശരണം ഗമിച്ചവൾ നമ്മളോടും പറയുന്നത് തന്നിൽ തന്നെ താൻ ഒന്നുമല്ലെന്നും തനിക്കൊന്നുമില്ലെന്നും തനിക്കുള്ളതെല്ലാം ദൈവത്തിൻ്റെതാണെന്നുള്ള ബോധ്യത്തിൽ അടിയുറച്ച് ദൈവപരിപാലനയിൽ വിശ്വാസത്തിൽ മുന്നേറാൻ തന്നെയാണ്.